കോഴിക്കോട്ടെ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിലെ തീപിടുത്തം നിയന്ത്രണ വിധേയം. പാളയം കല്ലായി റോഡിലുള്ള വസ്ത്രാലയത്തിന്റെ 3-4 നിലകളിലാണ് തീപിടുത്തമുണ്ടായത്. 18 ഫയർ യൂണിറ്റുകൾ എത്തിയാണ് 2.5 മണിക്കൂറോളം നീണ്ട പ്രയത്നത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്. വിവരങ്ങളുമായി രമ്യാദാസ് ഒപ്പം ചേരുന്നു. രമ്യ, ഇപ്പോഴെന്താണ് അവസ്ഥ? ഇപ്പോൾ നമുക്ക് തീ നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് ഏകദേശം വൈകിട്ട് 6 മണിയോട് കൂടിയാണ് എനിക്ക് വലതുവശത്ത് കാണുന്ന ഈ കല്ലായി റോട്ടിലുള്ള പാളയത്തെ കല്ലായി റോട്ടിലുള്ള ജയലക്ഷ്മി സിൽക്സിൽ ഒരു തീപിടുത്തം ഉണ്ടാവുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു പുകയായി 2ാം നിലയിൽ നിന്നും ഒരു പുക ഉയരുകയായിരുന്നു. തുടർന്ന് 158ഓളം വരുന്ന ജീവനക്കാരെയും കടയിൽ ഉപഭോക്താക്കളായി വന്ന ആളുകളെയും എല്ലാം കടയിൽ നിന്നും മാറ്റുകയായിരുന്നു. തുടർന്നാണ് ഈ തീ വലിയ തോതിൽ തന്നെ ഒരു 2ാം നിലയിൽ നിന്നും 3ാം നിലയിലൊക്കെ തീയൊക്കെ പടരുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. നിലവിൽ ഏകദേശം 2-3 മണിക്കൂറിനടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പോലീസ് ഓഫീസർമാരും അതുപോലെ എല്ലാം നമുക്ക് ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. സർ ഇപ്പോൾ എങ്ങനെയാണ് തീയുടെ അവസ്ഥ? നമുക്ക് പറയാം, ഫയർ ഓഫീസറാണ് അധികാരികൾ പറയേണ്ടത് കേട്ടോ. കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഉള്ളിൽ അത്രമാത്രം തീ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. തീ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കൃഷ്ണരാജ് തന്നെയാണ്. കാരണം നിലവിൽ ഇപ്പോൾ ഏറെ തീ നിയന്ത്രണ വിധേയമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിലും ഉള്ളിൽ നേരിയ തോതിൽ തന്നെ തീ കത്തുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നമ്മളോട് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏകദേശം ഒരു 6 മണിയോട് കൂടിയാണ് ആദ്യഘട്ടത്തിൽ ഒരു പുകയുണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് ജീവനക്കാരെയും കടയിലെത്തിയ ഉപഭോക്താക്കളെ എല്ലാം പുറത്തേക്ക് മാറ്റുന്നത്. പിന്നീട് ഇത് വലിയ രീതിയിൽ തന്നെ ഈ 2ാം നിലയിൽ നിന്നും 3ാം നിലയിലേക്കും എല്ലാം തീ പടരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. തീ വളരെ രീതിയിൽ തന്നെ വലിയ തോതിൽ തന്നെ തീ കത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം ഇത് 2ാം നിലയിൽ വെഡിങ് സെക്ഷനാണ്. ഈ വെഡിങ് സെക്ഷനിലാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ. പിന്നീട് ഇതാണ് മറ്റു നിലകളിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കുമെല്ലാം പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. ഏകദേശം 75,000 അടിയുള്ള ചതുരശ്ര അടിയുള്ള കെട്ടിടമാണ് ജയലക്ഷ്മിയുടെ ഈ കല്ലായിൽ ഇപ്പോൾ നിലവിൽ ഈ കത്തിയ ഈ കെട്ടിടമുള്ളത്. ഈ തീപിടിച്ചത് അതായത് ആദ്യഘട്ടത്തിൽ മീൻചന്തയിൽ നിന്നും അതുപോലെ തന്നെ ബീച്ച് ഫയർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഫയർ എഞ്ചിനുകൾ ഇവിടെ എത്തിയിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ ഈ തീ അണയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടിലുണ്ടായിരുന്നു. കാരണം വശങ്ങൾ ഉൾപ്പെടെ ചില്ലായിരുന്നു. അതിനാൽ തന്നെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കുക എന്നത് ഫയർഫോഴ്സിന് വളരെ പ്രയാസകരമായ. ജയലക്ഷ്മി സിൽക്സിന്റെ 2-3 നിലകൾ പൂർണ്ണമായും കത്തിച്ചു. തീ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഉള്ളിൽ എത്രമാത്രം തീ പടരുന്നുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം പറയുന്നുണ്ട് ഉദ്യോഗസ്ഥർ. വിവരങ്ങൾ നൽകുകയായിരുന്നു രമ്യാദാസ്.